Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളും മികച്ച കലാപരിപാടികളും കൊണ്ട് ഫൊക്കാന ടെക്സസ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം വേറിട്ടതായി. ടെക്സസ് റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വർണ്ണാഭമായ ഒരു റീജിയണൽ ഉദ്ഘാടനം നടക്കുന്നത്. ഈ റീജിയന്റെ സൗഹൃദ കൂട്ടായ്മയുടെ ഏറ്റവും മികച്ച വേദിയൊരുക്കാൻ ഫാൻസി മോൾ പള്ളാത്തുമടത്തിനും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു. ഷുഗർലാൻഡിലുള്ള ഇന്ത്യൻ സമ്മർ റെസ്റ്റോറൻറ്റിൽ മനോഹരമായ ഓഡിറ്റോറിയത്തിലായിരുന്നു അത്യന്തം ഹൃദ്യമായ ഈ പരിപാടി. 200-ലധികം പേർ പങ്കെടുത്ത ഈ പരിപാടിയിൽ ചെണ്ടമേളത്തോടെയാണ് അതിഥികളെ വരവേറ്റത്. സാബു തിരുവല്ലയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച മീറ്റിംഗ് റീജിയണൽ കൾച്ചറൽ കോർഡിനേറ്റർ ബിനോയ് കുര്യൻ ആമുഖ പ്രസംഗം നടത്തുകയും റീജിയണൽ കോർഡിനേറ്റർ ജോജി ജോസഫ് ഏവർക്കും സ്വാഗതം രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യക്ഷ പ്രസംഗം നടത്തിയ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടം ഐക്യം സമൂഹത്തിന് മാത്രമല്ല ഓരോ സംഘടനയ്ക്കും ആവശ്യമാണെന്ന് എടുത്തുകാട്ടിക്കൊണ്ടായിരുന്നു പ്രസംഗം ആരംഭിച്ചത്. വിളക്കുകൾ കത്തിച്ച് ആരും അത് മറച്ചു വെക്കാറില്ല. വിളക്ക് വെളിച്ചമാണ്. വിളക്ക് തെളിയിക്കുന്നത് അന്ധകാരം നീക്കി പ്രകാശം കൊണ്ടുവരാൻ വേണ്ടിയാണ്. വെളിച്ചം കാണുമ്പോൾ നമ്മിലുള്ള അന്ധകാരം അകലുന്നു, മനസ്സിൽ പ്രകാശം പരക്കുന്നു. അതുപോലെ തന്നെയാവണം സംഘടനകളും. അവ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം പ്രവർത്തിക്കുവാൻ. ഇന്നലകളെ ഓർത്ത് വിഷമിക്കാതെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റുമോ, നാളെ എന്ത് ചെയ്യുവാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ഓരോ ദിവസവും നല്ലതാക്കി മാറ്റി അങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും നല്ലതായി സമൂഹത്തിനും രാജ്യത്തിനും നല്ല പ്രവർത്തികൾ ചെയ്ത് നല്ല പൗരന്മാരാവാം നമുക്ക് ശ്രമിക്കാം. റീജിയന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ സഹായിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ഫാൻസി മോൾ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ജഡ്ജ് പി ജോർജ്, മേയർ കെൻ മാത്യു, റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടം, മുൻ ഫൊക്കാന പ്രസിഡന്റ് ജി കെ പിള്ള, ഫൊക്കാനയുടെ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പക്കുട്ടൻ പിള്ള, ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസ്, വിമൻസ് ഫോറം വൈസ് ചെയർ ഷീല ചെറു, പൊന്നു പിള്ള, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയുടെ പ്രസംഗം സംഘടനയുടെ പ്രവർത്തന രൂപരേഖ വരച്ചു കാട്ടുന്നതായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രസംഗം. നിങ്ങൾക്ക് ഈ ലോകത്തെപ്പറ്റി മുഴുവൻ ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെപ്പറ്റി ചിന്തിക്കൂ. രാജ്യത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തെപ്പറ്റി ചിന്തിക്കൂ. അതിനും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയെ പറ്റിയെങ്കിലും ചിന്തിക്കൂ. അതിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കൂ. അതിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കൂ. ഫൊക്കാനയിൽ നല്ലൊരു ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ ആവുമ്പോൾ ചിലർ ജയിക്കും, ചിലർ തോൽക്കും. അതൊന്നും വലിയ കാര്യമല്ല. അതൊക്കെ അവിടെ തീർന്നു. അതിനുശേഷം ഒറ്റ കുടുംബം എന്ന ആശയത്തിൽ അടിയുറച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഫൊക്കാന ജൈത്രയാത്ര തുടരുന്നു. 20ാമത്തെ ടീമിനെ ലീഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് ഇതിലൂടെ കടന്നുപോയ 20 ടീം ലീഡേഴ്സിനെ ഓർക്കുന്നു, അവരെ നമിക്കുന്നു. അതിൽ നമ്മോടൊപ്പം ഇന്നിവിടെയുള്ള ശ്രീ ജി കെ പിള്ളയും ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇന്ന് ഈ കാണുന്ന ഫൊക്കാന. കഴിഞ്ഞ 41 വർഷമായി ജനഹൃദയങ്ങളിൽ ഫൊക്കാനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ശേഷവും അതുണ്ടാവും. ഡ്രീം ടീം 22 പദ്ധതികളുമായി വന്നു. അതിൻ്റെ എണ്ണം കൂടുന്നു. അതുപോലെ 200ഓളം വനിതാ ലീഡേഴ്സിൻ്റെ ഒരു ടീമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾ വരാതിരുന്ന സ്ഥാനത്ത് ഇന്ന് 74 യൂത്ത് ലീഡേഴ്സിൻ്റെ ടീമുകളാണുള്ളത്. ഇപ്പോൾ നമുക്ക് ലീഗൽ ടീമുണ്ട്. ഇനി ഫൊക്കാനയ്ക്കെതിരെ ഒരു കേസ് വന്നാലും ആർക്കെങ്കിലുമെതിരെ കേസ് കൊടുക്കേണ്ടി വന്നാലും നമ്മൾ പുറകോട്ട് പോകില്ല. ന്യായത്തിൻ്റെ കൂടെയാണെങ്കിൽ അതിന് നമ്മുടെ പിന്തുണയുണ്ടായിരിക്കും. അതിനുള്ള ലീഗൽ ടീം ഫൊക്കാനയ്ക്കുണ്ട്. കാരണം ചില കാര്യങ്ങൾ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. അതിന് ഈ ടീമിനോ ഇനി വരാൻ പോകുന്ന ടീമിനോ ഉണ്ടാകാൻ അനുവദിക്കില്ല. ഫൊക്കാന ഒന്നേ ഉള്ളൂ. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പുറത്തു നിർത്തണമെന്ന് സജിമോൻ വ്യക്തമാക്കി. ജഡ്ജ് കെ പി ജോർജ് തന്റെ സന്ദേശത്തിൽ നേട്ടങ്ങളിലേക്കുള്ള പ്രയാണത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറയുകയുണ്ടായി. വ്യക്തിത്വത്തിന്റെ പ്രകാശനമാണ് പെരുമാറ്റം. വേഷത്തിനും ഭാഷയ്ക്കുമൊക്കെ ഉയരെയാണ് അതിൻ്റെ സ്ഥാനം. പെരുമാറ്റം മോശമായാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? കഴിവോ കുലമോ സൗന്ദര്യമോ അധികാരമോ ഒന്നും അതിന് പകരമാവില്ല.
ഉന്നതമായ മാനുഷിക ഗുണം എന്നതുപോലെ തന്നെ നല്ല പെരുമാറ്റം ഒരു സാമൂഹിക ബാധ്യത കൂടിയാണ്. കാരണം സഹജീവികളോടുള്ള നമ്മുടെ എല്ലാ ഇടപെടലുകളുടെയും ആകെത്തുകയാണ് പെരുമാറ്റം, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മേയർ കെൻ മാത്യു തന്റെ പ്രസംഗത്തിൽ കാരുണ്യത്തിന്റെ കരസ്പർശം നൽകുന്ന ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഏറെയുണ്ട്. മനുഷ്യന് സഹജീവികളോടുള്ള കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഉദാത്ത സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന ഒറ്റവാക്കിൽ ഒതുക്കാനാകില്ല. സമൂഹത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ ഏറെ നല്ലതാണെന്നും മേയർ കെൻ മാത്യു അഭിപ്രായപ്പെട്ടു. ആശംസ അർപ്പിച്ച മുൻ പ്രസിഡന്റ് GK പിള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഫൊക്കാന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ നല്ലതാണെന്നും അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന സജിമോൻ ശ്രീകുമാർ ടീമിനെ അദ്ദേഹം അഭിനന്ദിച്ചു. അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ഫൊക്കാന അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. ട്രഷറർ ജോയി ചാക്കപ്പൻ ഫൊക്കാനയുടെ കണക്കുകൾ സുതാര്യമായിരിക്കുമെന്നും കേരള കൺവെൻഷനെ പറ്റിയും വിശദീകരിച്ച് സംസാരിച്ചു. ഫൊക്കാന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് ഫൊക്കാനയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായി സംസാരിച്ചു. ഇത്തരമൊരു സംഗമം ടെക്സസിൽ ആദ്യമാണെന്ന് ഫൊക്കാന അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളയും അഭിപ്രായപ്പെട്ടു. ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസ് ഫൊക്കാനയിൽ ഇന്നലെ കടന്നുവന്ന 2-3 പേർ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി ചിലർ ശ്രമിക്കുന്നുണ്ട്. സംഘടന തുടങ്ങിയപ്പോൾ മുതലുള്ള എന്നെപ്പോലെയുള്ളവർ ഇന്നും ഫൊക്കാനയിൽ ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർട്ടിൻ ജോൺ, ജോജി ജോസഫ്, ജെയിംസ് കൂടൽ, ജോസഫ് ഓലീക്കൽ, റെയ്ന സുനിൽ, ഷീല ചെറു, ഡോക്ടർ ജോർജ് കാക്കനാട്ട്, ജീമോൻ റാന്നി, മാത്യു വൈരമൻ, പൊന്നൂപിള്ള, ജോർജ് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടത്തിന് ഫൊക്കാനയുടെ പ്രശംസയായി ഷാൾ പുതപ്പിച്ച് ആദരിക്കുകയും ചെയ്തു. റീജിയണൽ കൾച്ചറൽ കോർഡിനേറ്റർ ബിനോയ് കുര്യൻ, റീജിയണൽ കോർഡിനേറ്റർ ജോജി ജോസഫ് എന്നിവർ MC-മാരായി പ്രവർത്തിച്ചു. സജി സൈമൺ ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ഫോർമർ മാക് പ്രസിഡന്റ് മാർട്ടിൻ ജോണിനെയും ഫൊക്കാനയുടെ ആദ്യകാലം മുതലുള്ള നേതാവ് പൊന്നൂപിള്ളയെയും ഫൊക്കാന ആദരിക്കുകയുണ്ടായി. നിമി സൈമൺ, നിസ ചാക്കോ എന്നിവരുടെ ഡാൻസുകൾ ഏവരുടെയും മനം കവർന്നു. സാബു തിരുവല്ലയുടെ ഗാനങ്ങളും മിമിക്രിയും വേറിട്ടതായി. വാവച്ചന്റെ ഗാനങ്ങളും ഹൃദയഹാരിയായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.